ആശങ്കയായിരുന്നു ഈ അരളിപ്പൂ, അരളിച്ചെടി, അതിന്റെ ഇല അത് വിഷമാണോ എന്നുള്ളത്. സൂര്യ സുരേന്ദ്രൻ എന്ന യുവതി മരിച്ചത് നമുക്കറിയാം. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ, ഫോൺ വിളിച്ചിങ്ങനെ പോകുന്നതിനിടെ അറിയാതെ അരളിപ്പൂ കടിച്ചു, അതാണ് കാരണം എന്നുള്ളതാണ് കുടുംബം കരുതുന്നത്. അതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ പശുവും കിടാവും ചത്തു എന്നുള്ള വാർത്ത വന്നത്. ഈ വെട്ടിയിട്ട് അരളിച്ചെടി അത് നൽകിയിരുന്നു എന്ന് വീട്ടുകാർ പറയുകയും ചെയ്തു. ശരിക്കും എന്താണ് സംഭവം? ഈ അരളി ഒരു വിഷച്ചെടിയാണോ? നോക്കാം. സൂര്യ സുരേന്ദ്രൻ എന്ന 24-കാരിയുടെ മരണമാണ് കേരളത്തിൽ അരളിപ്പൂവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി ചില വീഡിയോകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും ആരും അതിനെ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ BSc നഴ്സിംഗ് പാസ്സായ സൂര്യ UK-യിൽ ജോലിയിൽ ചേരാനായി പുറപ്പെട്ടപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീഴുകയും അടുത്ത ദിവസം രാവിലെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുമായിരുന്നു. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിനിയായ സൂര്യ യാത്രയ്ക്ക് മുൻപായി വീട്ടിൽ നിന്ന് പലരോടും ഫോണിലൂടെയാണ് യാത്ര പറഞ്ഞത്. ഫോൺ സംസാരത്തിനിടെ അടുത്ത വീട്ടിൽ നിന്ന് അരളിയിലെ പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് അരളിപ്പൂവിന് വില്ലൻ പരിവേഷം ലഭിച്ചത്. ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അരളിച്ചെടിയുടെ വിഷം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അറിയിച്ചതായി കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് SHO K അഭിലാഷ് കുമാർ പറഞ്ഞു. ഈ ചെടിയുടെ പൂവിന്റെയോ ഇലയുടെയോ അംശം ആമാശയത്തിൽ കണ്ടെത്താനായില്ല. ചവച്ച് തുപ്പുന്നതിനിടെ നീര് അകത്ത് പോയിരിക്കാമെന്നാണ് കരുതുന്നത്. ആന്തരികാവയവ പരിശോധനയിലെ ഇക്കാര്യം ഉറപ്പിക്കാനാകൂ. ഇതോടെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ നിവേദ്യ പൂജകൾക്കും പ്രസാദ പൂജകൾക്കും അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് നിലച്ച അവസ്ഥയിലെത്തിയിട്ടുണ്ട്. നിലവിൽ അരളിപ്പൂവിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കിപ്പോൾ ഉപയോഗിക്കാറില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. അരളിപ്പൂവിൽ വിഷമുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചാൽ നിരോധിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സൂര്യയുടെ മരണത്തോടെ പുറത്തുവന്ന വാർത്തകളോടനുബന്ധിച്ചാണ് പൂജകളിൽ നിന്ന് അരളിപ്പൂവ് പുറത്തായത്. അതേസമയം പുഷ്പാഭിഷേകത്തിനും ഭക്തർക്ക് പ്രസാദമായി നൽകാത്ത ചടങ്ങുകൾക്കും നിറമാലയ്ക്കും നിലവിൽ അരളിപ്പൂവ് ഉപയോഗിക്കുന്നുണ്ട്. റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി പൂവ് ഒഴിവാക്കാനാണ് നീക്കമെന്നറിയുന്നു. കാലങ്ങളായി ക്ഷേത്രവളപ്പുകളിൽ അരളിച്ചെടി വളർത്തുന്നുണ്ട്. സൂര്യയുടെ മരണത്തോടെ അരളിപ്പൂവ് അപകടകാരിയാണോ എന്ന ചോദ്യമാണ് എല്ലാവരിലും ഉയരുന്നത്. അരളിയുടെ ഇല, പൂവ്, കായ തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും വിഷാംശമുണ്ട്. ഇവയിലടങ്ങിയ ഡിജിറ്റാലിസ് ഹൈക്ലോസൈഡ് എന്ന രാസപദാർത്ഥമാണ് വിഷാംശത്തിന് കാരണം. ഇത് ശരീരത്തിലെ കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും. രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും. കരളിൽ രക്തസ്രാവം, ശ്വാസതടസ്സം, ശ്വാസകോശത്തിൽ രക്തസ്രാവം, ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം, ഹൃദയസ്പന്ദനം, ഹൃദയപേശികളിൽ രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാകാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. മരണത്തിന് വരെ ഇത് കാരണമാകും. അതേസമയം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനുഷ്യജീവന് മാത്രമല്ല അരളി ഭീഷണിയാകുന്നത്. പത്തനംതിട്ട തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല കഴിച്ച പശുവും കിടാവും ചത്തുന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവന്നു. തെങ്ങമം മഞ്ജു ഭവനിൽ പങ്കജവല്ലിയുടെ വീട്ടിലെ പശുവിനും കിടാവിനുമാണ് അയലത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളിയില കഴിച്ച് ജീവൻ നഷ്ടമായത്. പശുവിനും കിടാവിനും അവശത തോന്നിയതോടെ ചക്ക കഴിച്ചതാകാം എന്ന സംശയത്തിൽ മൃഗാശുപത്രിയിലെത്തിയിരുന്നു. എന്നാൽ അടുത്തടുത്ത ദിവസങ്ങളിൽ കിടാവും പശുവും ചത്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം അരളിച്ചെടിയുടെ ഇലയാണെന്ന് മനസ്സിലായത്. പരിശോധനയ്ക്കെത്തിയ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വീടിന് സമീപം അരളിയില കണ്ടിരുന്നു. അബദ്ധത്തിൽ തീറ്റയ്ക്കൊപ്പം അരളിയിലയും നൽകിയിരുന്നു. കോളാമ്പിപ്പൂക്കളോട് സാമ്യമുള്ള പൂക്കളും അരളിയുടേതുപോലെയുള്ള ഇലകളുള്ള മഞ്ഞ അരളി എന്ന ചെടിയുടെ ഇലയിലും പൂവിലും കായിലുമെല്ലാം വിഷാംശമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാത്തരം അരളിയിലും വിഷാംശമുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇലകളിലാണ് കൂടുതൽ വിഷം. പൂക്കൾ മണക്കുന്നതും പച്ചയില കത്തിക്കുമ്പോൾ പുക ശ്വസിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. നീറിയം ഒളിയാൻഡർ ഇനത്തിൽപ്പെടുന്ന പൂച്ചെടിയാണ് അരളി. ഇതേ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിലെല്ലാം വിഷാംശമുണ്ട്. ഓണത്തിന് പൂക്കളമൊരുക്കാനും മറ്റുമായി അരളിപ്പൂവ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങളായി ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിച്ചു പോരുന്ന അരളിപ്പൂവ് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. പൂവിന് കേരളത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയാൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ കർഷകർക്ക് വൻ തിരിച്ചടിയുണ്ടാകും. കിലോയ്ക്ക് 300 മുതൽ 400 രൂപ വരെയാണ് പൂവിന്റെ വില. തോവാളയിൽ നിന്നും തെങ്കാശിയിൽ നിന്നും കേരളത്തിലെത്തിക്കുന്ന പൂക്കളിൽ പ്രധാനമായും ഉണ്ടാകുന്ന അരളിപ്പൂവിന്റെ ഉപയോഗം പെട്ടെന്ന് നിരോധിക്കാനാവില്ലെന്ന് വ്യാപാരികളും പറയുന്നു.